പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE മുൻ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഫാൻഡാങ്കോ, ഇപ്പോൾ TNA റെസ്ലിംഗിൽ JDC എന്ന ക്യാരക്ടറിൽ അറിയപ്പെട്ടിരുന്ന താരം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് ഇന്ന് നടന്ന TNA റെസ്ലിംഗിൻ്റെ ജെനസിസ് എന്ന പേപ്പർ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദി സിസ്റ്റം എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമായ എഡ്ഡി എഡ്വേർഡ്സ് ആണ് JDCയുടെ റിട്ടയർമെൻറ്റ് മാച്ചിലെ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് വന്നത്. മത്സരത്തിൽ എഡ്ഡി എഡ്വേർഡ്സ് ആണ് വിജയിച്ചത്. മത്സരശേഷം ദ സിസ്റ്റം ഫാക്ഷനിലെ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് റെസ്ലേഴ്സും ഫാൻഡാങ്കോയ്ക്ക് ഒരു റിട്ടയർമെൻറ്റ് ഫെയർവെൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മാസങ്ങൾക്ക് മുൻപേ ഈ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് JDC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് അല്ല. 2025-26 നമുക്ക് അറിയപ്പെടുന്ന WWE സൂപ്പർ സ്റ്റാർസൊക്കെ അതവരൊക്കെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ അപ്ഡേറ്റും ഒരു റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ്. WWEയുടെ ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ് ഇപ്പോൾ AEWയിൽ ഏദം കോപ്ലാൻഡ് എന്ന റിംഗ് നെയിമിലും ക്യാരക്ടറിലും അറിയപ്പെടുന്ന താരം 2026 ഒക്ടോബറോട് കൂടി അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നു, റെസ്ലിംഗ് കരിയറിന് വിരാമം ഇടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ റൂമേഴ്സിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. റസിൽ ഡ്രീം എന്ന് പറയുന്ന 2026 AEWൻ്റെ ഒക്ടോബർ മാസത്തിലെ പേപ്പർ വ്യൂവിൽ കാനഡയിൽ വെച്ചിട്ടാണ് ആ ഒരു പേപ്പർ വ്യൂ നടക്കാൻ സാധ്യത. അതിൽ റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ച് ഏദം കോപ്ലാൻഡ് റിങ്ങിൻ്റെ ബൂട്ടഴിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ AEWയിൽ ഏദം കോപ്ലാൻഡ് ആക്റ്റീവ് അല്ല. അദ്ദേഹം TNT ചാമ്പ്യനൊക്കെ ആയിരുന്നു. കുറച്ചധികം മാസങ്ങളായിട്ട് ഇപ്പോൾ ഏദം കോപ്ലാൻഡ് മാറി നിൽക്കുകയാണ്. AEWയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ ഇനിയൊരു സർപ്രൈസ് ആക്കിയിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. തിരികെ വന്നാൽ വേൾഡ് ടൈറ്റിൽ സ്റ്റോറി ലൈനിലേക്ക് ഏദം കോപ്ലാൻഡ് കടക്കാൻ സാധ്യതകൾ ഏറെയാണ്. റിട്ടയർമെൻറ്റ് സ്റ്റോറി 2026 ഏദം കോപ്ലാൻഡിൻ്റെതായി കാണാൻ സാധിച്ചാൽ നല്ലൊരു സ്റ്റോറി നമുക്ക് AEWയിൽ പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ആണ് റൂമേഴ്സിൽ നിന്ന് ഏദം കോപ്ലാൻഡിനെ സംബന്ധിച്ച് അഥവാ എഡ്ജിനെ സംബന്ധിച്ച് കേൾക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ OTC റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. അത്ര പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ ആദ്യത്തേത് റെസ്ൽമേനിയ 42 റോമൻ റീൻസിൻ്റെ എതിരാളി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും റോമൻ റീൻസിൻ്റെ സ്റ്റോറി എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ ഇപ്പോഴും വന്നിട്ടില്ല. റോമൻ റീൻസ് പാർട്ട് ടൈം ഷെഡ്യൂളിലേക്ക് പൂർണ്ണമായി മാറിയത് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ മേജറായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ റോമൻ റീൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർ ആരംഭിച്ചു വെച്ചത് അത് കൃത്യമായിട്ട് അവർക്ക് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കാനോ സാധിക്കാത്തത് റെസ്ൽമേനിയയിലെ റോമൻ റീൻസിൻ്റെ സ്റ്റോറി അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഊസോസിനെതിരെയുള്ളതായാലും പങ്ക് കോടി തുടങ്ങിയവർക്കെതിരെയായാലും റോമൻ റീൻസ് ഓരോ ഹിൻഡ് ഇട്ട് പോകുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു കണ്ടിന്യൂഷൻ കൊടുക്കാത്തത് ഇനി എന്ത് സ്റ്റോറി റോമൻ റീൻസിൻ്റെതായി ചെയ്യണം എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. മറ്റൊരു അപ്ഡേറ്റ് ട്രിപ്പിൾ എച്ച് നിലവിൽ കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള സ്റ്റോറി റെസ്ൽമേനിയയിൽ വെച്ച് നടത്തണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം ആരാധകരെ ചിന്തിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള സ്റ്റോറി തന്നെയാണ് റെസ്ൽമേനിയയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ആരാധകർക്ക് അത് വലിയൊരു മടുപ്പുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആരാധകരെ ചിന്തിച്ചുകൊണ്ട് റോമൻ റീൻസിൻ്റെ കോഡി റോഡ്സിനെതിരെയുള്ള ആ ഒരു സ്റ്റോറി ഈ വർഷത്തെ റെസ്ൽമേനിയ 42 വെച്ച് നടത്തണ്ട എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ട്രിപ്പിൾ എച്ച് എത്തി എന്നുള്ളതും റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരിക്കും റോമൻ റീൻസിൻ്റെ അടുത്ത അപ്പിയറൻസ്. അതിന് മുൻപുള്ള വീക്ക്ലി എപ്പിസോഡ്സിലൊന്നും റോമൻ റീൻസ് അപ്പിയറൻസ് നടത്തില്ല. റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരമായിരിക്കും റോമൻ റീൻസിൻ്റെ അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മത്സരം. ഫെബ്രുവരി 1 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് നമുക്ക് ഇന്ത്യയിൽ ലൈവ് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് റോമൻ റീൻസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാർട്ട് ടൈം ഷെഡ്യൂളിലേക്ക് മാറിയ റോമൻ റീൻസിൻ്റെ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്, അടുത്ത എതിരാളി ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ക്രിയേറ്റീവ് ടീമിന് ഇല്ല. റോമൻ റീൻസിൻ്റെ കരിയർ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ ധാരണയും നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലില്ല. അപ്പോൾ വലിയൊരു അനിശ്ചിതത്വം റോമൻ റീൻസിൻ്റെ കരിയറിനെ സംബന്ധിച്ച് ഇപ്പോൾ ക്രിയേറ്റീവ് ടീം നേരിടുന്നുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലും തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡ്സിലും സ്പെഷ്യൽ ഇവൻറ്റുകളിലും കണ്ടു തന്നെ അറിയാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.